പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവണം. ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന, ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന എല്ലാ കപ്പിൾസിൻ്റെയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമായിരിക്കും. എന്നിട്ട് പറയാം, ഞങ്ങളുടെ കൂടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ പ്രഗ്നൻ്റ് ആയി, അവർക്കിപ്പോൾ കുഞ്ഞുങ്ങളായി, ഞങ്ങൾക്ക് മാത്രം ഇല്ല എന്ന് പറയും. അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് പറയും, എൻ്റെ സിസ്റ്ററിന് ഇതേപോലത്തെ പ്രശ്നം ഉണ്ടായിരുന്നു, എൻ്റെ കസിന് ഇതേപോലത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അവരൊക്കെ ഇത്ര മാസം കൊണ്ടാണ് പ്രഗ്നൻ്റ് ആയത്, ഇങ്ങനെ പറയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ കപ്പിളിൻ്റെയും ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ എന്നുള്ളത് ഡിഫറെൻ്റ് ആണ്. അത് അവരുടെ ഏജിനെ ഡിപ്പെൻഡ് ചെയ്യും, അവരുടെ ഒരു ഹാബിറ്റാറ്റ്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ഉറക്കം, അവരുടെ സ്ട്രെസ് എങ്ങനെയാണ് അവർ മാനേജ് ചെയ്യുന്നത്, അവരുടെ ജോലി, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരിക്കലും ഇത് കമ്പയർ ചെയ്തിട്ട് സങ്കടപ്പെടേണ്ട, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമല്ല. ഇതൊരിക്കലും ഒരു റേസ് അല്ല. ഓരോ ഇൻഡിവിജ്വലിനും ഇത് ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടെ ഡോക്ടർ നിങ്ങളെ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള മെഡിസിൻസ് കറക്റ്റായിട്ട് കഴിക്കുക, ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ പരസ്പരം കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ടെൻഷൻ ആവുകയോ സങ്കടപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല.